വസ്ത്രത്തിലൊരൽപ്പം ചേറോ ശരീരത്തിലൊരൽപ്പം പോറലോ ഏൽക്കാതെ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായി തെരുവിലൂടെ നടന്നു. അത് കണ്ട് മലബാർ മൊത്തത്തിൽ അഥവാ കേരളമൊട്ടാകെ ത്രസിച്ചു. അദ്ദേഹത്തിൻ്റെ ധീരതയിലല്ല, അദ്ദേഹത്തോട് പല കാരണങ്ങളാൽ വെറുപ്പും വൈരാഗ്യവും വെച്ച് പുലർത്തുന്ന, അഥവാ അദ്ദേഹം ഒരു പറ്റം ആളുകളെ പല കാരണങ്ങളാൽ വെറുപ്പിച്ചു വിട്ടിരിക്കണം. ആ വിഭാഗം ആളുകൾ തെരുവിൽ അദ്ദേഹത്തിന് വഴിമാറിക്കൊടുത്തു. അദ്ദേഹത്തിനൊരു പോറലുമേൽക്കാതെ അദ്ദേഹത്തെ സുരക്ഷിതമായി തന്നെ അദ്ദേഹം ലക്ഷ്യത്തിലെത്തുന്നവർ കൗതുകത്തോടു കൂടി നോക്കി നിന്നു. ഇതിനെക്കുറിച്ചാണ് രണ്ട് വരി ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കക്ഷി യഥാർത്ഥത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഒരു ഇടം കണ്ടെത്തുന്നത് സ്വന്തം സമുദായത്തിൻ്റെ വയറ്റത്ത് കുത്തിക്കൊണ്ടാണ്. അന്ന് ഇസ്ലാമിക ശരീഅത്തിനെതിരെ പാർലമെൻറ്റിൽ നിയമനിർമ്മാണത്തിനുള്ള ഒരുക്കം നടന്നപ്പോൾ അന്ന് അതിനുവേണ്ടി ശക്തമായി വാദിക്കുകയും വിശുദ്ധ ഖുർആൻ്റെ സുവ്യക്തങ്ങളായ വചനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിനെ നിന്ദിച്ചുകൊണ്ട്, അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുമ്പോട്ട് വരികയും ചെയ്തു എന്നതാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ, ആരിഫ് എന്ന ആ വാക്കിൻ്റെ അർത്ഥം അറിയുന്നവെന്ന മുഹമ്മദ് ഖാൻ, ആരിഫ് മുഹമ്മദിനെ അറിയുന്നത്, മുഹമ്മദിനെ തീരെ അറിയാത്ത, സ്വന്തം പേരിനോട് ഒട്ടും കൂറ് പുലർത്താത്തതായ ഒരു വ്യക്തിയായി കൊണ്ട് രംഗത്ത് വരുന്നത്. അത് മതിയായി കക്ഷിക്ക് പിന്നീട് ഗവർണർ സ്ഥാനം കിട്ടാനും മറ്റെല്ലാം. അഥവാ ഏതെല്ലാം രീതിയിൽ നേരിട്ടോ അല്ലാതെയോ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രയാസപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ അവരുടെ മുറിയിൽ കുത്തുകയോ ചെയ്യാൻ കിട്ടുന്ന ഏതൊരവസരവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതായ ഒരു സർക്കാർ, ആ സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലേക്ക് ഗവർണറായി നിശ്ചയിച്ചതിൻ്റെ ബോധപൂർവമാണ്. അദ്ദേഹം ഏറ്റവും വലിയൊരു പണ്ഡിതനോ അല്ലെങ്കിൽ ഈ ഭരണരംഗത്ത് ഏറെ പ്രാവീണ്യം തെളിയിച്ച ആളോ ഒന്നുമല്ല. ഒരു മുസ്ലിമായി ജനിച്ചതുകൊണ്ട്, മുസ്ലിം വീട്ടിൽ ജനിച്ചതുകൊണ്ട്, ആ മേൽവിലാസമുള്ളത് കൊണ്ട് കേന്ദ്രമന്ത്രിസഭയായി എല്ലാം അംഗത്വം നേടി. പിന്നീട് ഇസ്ലാമിനെ വിവിധം തള്ളിപ്പറഞ്ഞതുകൊണ്ട് ഇസ്ലാം വിരുദ്ധർക്ക് അവരുടെ കയ്യിൽ അതേ ഒരു കൊടാലിയായി. ചുരുക്കി പറയാം, ഈ കക്ഷി ഇപ്പോൾ കേരളത്തിൽ ഗവർണറാണ്. ഇയാൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, പരമാവധി ഇവിടുത്തെ BJP RSS ശക്തികളുമായി സഹകരിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഇടങ്കോലിട്ട് മറിച്ചിടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാം. അതിനു വേണ്ടി ഒരിക്കലും ഒരു ഗവർണർ ചെയ്യാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ചെയ്യുന്ന പതിവില്ലാത്തതോ ആയ കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ സുരക്ഷ, ആ ഗവർണർക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ സുരക്ഷാ വീഴ്ച വന്നാൽ പിന്നീട് പത്രങ്ങൾ വരുന്ന ശീർഷകം ഗവർണർക്കും രക്ഷയില്ല, കേരളത്തിൽ ക്രമസമാധാനം തകർന്നിരിക്കുന്നു. അതിൻ്റെ ഒരു അനുഭവം ഈ കക്ഷിക്ക് നേരിട്ട് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ആരെങ്കിലും കുട്ടികൾ ആരെങ്കിലും പോയി പിച്ചുകയോ മാന്തുകയോ തൊടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പട്ടി വിലങ്ങ ഓടുകയോ അദ്ദേഹത്തിൻ്റെ വാഹനം എവിടെയെങ്കിലും തടസ്സപ്പെടുകയോ ചെയ്താൽ ഉടനെ വരുന്ന ശീർഷകം തലക്കെട്ടുകൾ ഇതായിരിക്കില്ല വാർത്തയിൽ, ഗവർണർക്കും രക്ഷയില്ല, നാട്ടിൽ കേരളത്തിൽ ആർക്കും ഒരു തരത്തിലുമുള്ളതായ സുരക്ഷിതത്വവുമില്ല എന്നെല്ലാം പറഞ്ഞ് വിളിച്ചു പറയാനുള്ളൊരവസരം. അതിനുവേണ്ടി ബോധപൂർവം കക്ഷി തിരഞ്ഞെടുത്ത സ്ഥലം കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും തിക്കും തിരക്കും ഡിസോർഡർ, അങ്ങേയറ്റം ഡിസോർഡർ ഒരു തെരുവാണ് ഈ മിഠായി തെരുവ്, SM സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതിലൂടെ കടന്നു പോകുന്നത്. രണ്ടാമതായിട്ട് ഇദ്ദേഹം എന്നൊരു പേര് കൊണ്ട് മുസ്ലിമാണ്, മുസ്ലിങ്ങൾക്ക് പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ്. അത് ആ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പല കച്ചവടങ്ങളും പള്ളികളും എല്ലാം തന്നെ ഒരറ്റത്തിൽ ലിവാവുൽ ഇസ്ലാം പള്ളി, മറ്റൊരത്ത് പട്ടാളപ്പള്ളി, അതിനിടയിൽ പിന്നെ ലൂലു പള്ളി, ഇതെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കക്ഷി എങ്ങനെ അതിൽ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു മന്ദബുദ്ധിയോ അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്തവനോ അല്ലെങ്കിൽ ക്ഷിപ്രകൂപ്പിയോ ഒക്കെ അയാൾ താനല്ലായിരുന്നു ഞങ്ങളുടെ ഇസ്ലാമിക ശരീഅത്തിന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഒന്ന് തടഞ്ഞു നിർത്തി ചോദിച്ചാൽ അത് മതിയാവും കേരള സർക്കാരിനെ പിരിച്ചുവിടാൻ വേണ്ടി. അതൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും നടന്നിട്ടുണ്ടാവുക. കയ്യും വീശി അങ്ങനെ നടന്നു. ഒരാളും ഒന്നും ചെയ്യാതെ ഈ കക്ഷി വിചാരിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒന്നുണ്ടല്ലോ അത് പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇത് കേരളമാണ് മിസ്റ്റർ ഖാൻ, ഇത് നിങ്ങളുടെ വടക്കേന്ത്യയല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കിയോ? കേരളമാണിത്. കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ വക കാര്യങ്ങളിലൊക്കെ പക്വതയും പാകതയും പരസ്പരം വിട്ടുവീഴ്ചയും ക്ഷമയും എല്ലാമുള്ളതായ ഒരു സംസ്ഥാനം. ഇതര മതങ്ങളെയും ഇതര വിശ്വാസ പ്രമാണങ്ങളെയും പരസ്പരം ആദരിക്കുകയും എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഇവിടെ ഇയാൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ഒരാൾ പോലും അവിടെ വഴിയിൽ കണ്ട എങ്ങോട്ടാ ഇഷ്ടമാണ് പോകണമെന്നോ അതിലാണൊക്കെ ഒന്ന് പറയാണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടിനാണ് ഇട്ടു. പല ഇതിനും നോക്കി, പല കുട്ടികളെയൊക്കെ എടുത്ത് ഉയർത്തി പിടിച്ചു, ഉമ്മ വെച്ചു, അതാക്കി ഇതാക്കി എല്ലാം ചെയ്തിട്ടും മുസ്ലിങ്ങളല്ലാത്തവരോ ആരും തന്നെ മര്യാദ കെട്ട ഒരു പെരുമാറ്റത്തിനോ അല്ലെങ്കിൽ ഒന്നും ഒരു സ്പർശനത്തിനോ ഒരു സെൽഫിക്കോ പോലും പോയി ശല്യപ്പെടുത്തിയില്ല. അങ്ങനെ എങ്ങനെ ഇറങ്ങി മിഠായിത്തെരുവിലേക്ക് ഇറങ്ങി വന്നോ അതുപോലെ തന്നെ അങ്ങ് കയറിപ്പോയി. ഇതാണ് ഈ ഇത്തരത്തിലുള്ള വടക്കേ ഇന്ത്യക്കാരായ അസഹിഷ്ണുക്കളായ ആൾക്കാരോട്, നേതാക്കന്മാരോട് പെരുമാറേണ്ട രീതി ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മിഠായിത്തെരുവിലെ കോഴിക്കോട്ടെ കച്ചവടക്കാരോടും അവിടുത്തെ നാട്ടുകാരോടും അതുപോലെയുള്ളവരോടും അതിൽ വഴി നടന്നവരോടൊക്കെ തന്നെ ഞാൻ ആവർത്തിച്ച് അവരോട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ നന്നായിരിക്കും, നിങ്ങളാണ് ആ കുട്ടികൾ, ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. നമ്മോട് എതിർപ്പുള്ളവർ അവരോട് എതിർപ്പായിട്ട് അങ്ങനെ കഴിയട്ടെ. ഏതെങ്കിലും സംവാദവേദികളിലോ അല്ലെങ്കിൽ അതുപോലത്തെ വല്ല ഏതെങ്കിലും വാഗ്വാദങ്ങളോ നടക്കുമ്പോൾ അത് അവിടെ നമുക്ക് പറയാനുള്ളത് പറയാം. അല്ലാത്തവരോട് വളരെ മനുഷ്യത്വപരമായും എല്ലാവിധ വിട്ടുവീഴ്ചയോടുകൂടി സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറുക. ഞാനാ കണ്ടിരുന്നെങ്കിൽ ഞാൻ സലാം പറയുകയും അദ്ദേഹത്തിന് വേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഒരു വിരോധമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അതൊരു സ്റ്റേജിൽ ഒരു വേദിയിൽ അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിക ശരീഅത്ത് തന്നെ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്ന വചനങ്ങളാണ്. അതിൽ മറ്റുള്ളവർക്ക് കൈകടത്താൻ കഴിയില്ല. ഇന്നാനഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല അവതരിപ്പിച്ചതാണ്. അള്ളാഹു തആല സംരക്ഷിക്കും. അതിൽ മാറ്റത്തിരുത്തങ്ങൾ ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്തിനു വേണ്ടി പുറപ്പെട്ടോ അത് ചിലവാകുന്നതായ ഒരു കടയും മിഠായിത്തെരുവിൽ ഉണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സാധനം അദ്ദേഹത്തിന് റൂമിൽ തന്നെ കൊണ്ടുപോയി മറ്റാർക്കെങ്കിലും വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും അശാന്തിയുടെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കട്ടെ. കോഴിക്കോട് അതിന് പറ്റിയ സ്ഥലമല്ല. ശരി.